തറ പറ്റിക്കാനല്ലേ. അവള് വഴി നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതല്ലേ. ശരിക്കും നീ ശാലിനെ തകർക്കാൻ വേണ്ടി മാത്രമാണോ മഹിമയുടെ കൂടെ നിൽക്കുന്നത്? പിന്നല്ലാതെ. എന്താ സഞ്ജുവേട്ടന് ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നിയത്? അല്ല, നിനക്ക് മഹിമയെ കണ്ണെടുത്ത കണ്ടുകൂടല്ലോ. ശാലിനിയെ തകർക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും മഹിമ പറയുന്നതെല്ലാം നീ അതേപടി ചെയ്യുന്നത് കാണുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ ചെയ്യുന്നത് പോലെ നിന്നെ അവൾ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? സഞ്ജുവേട്ടൻ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്? എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രമൊന്നും മഹിമ വളർന്നിട്ടില്ല. ഞാൻ അവളെ സഹിക്കുന്നതേ സഞ്ജുവേട്ടന് വേണ്ടി മാത്രമാ. അവളെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ശാലിനിയെ ഗോപാൽജിയുടെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയ ആ സ്ഥാനം സഞ്ജുവേട്ടന് കിട്ടുമല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിനെന്തിനാ നമ്മളിങ്ങനെ മഹിമയെ ആശ്രയിക്കുന്നേ? അവളേക്കാൾ കൂടുതൽ ബുദ്ധി നിനക്കില്ലേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നമുക്ക് ശാലിനിക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് പോകാൻ പറ്റുമോ? നമ്മള് കുടുംബത്തിനെതിരെ നിന്നൂന്ന് ഗോപാൽജിക്ക് തോന്നില്ലേ? അദ്ദേഹത്തിന് മുന്നില് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായ നമ്മള് കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. തൽക്കാലം നമുക്ക് ശാലിനിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കരുവായി അവളെ കണ്ടാ മതി. വന്ന് വന്ന് ആരാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവാത്ത അവസ്ഥയായി. അവള് പറയുന്ന അനുസരിച്ച് നീ ചാടുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. വേറെ എന്ത് ചെയ്യാനാ? ഞാൻ അവൾക്കെതിരെ തിരിഞ്ഞ സഞ്ജുവേട്ടൻ ഗോപാൽജിയെ ചതിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച ഓഡിയോ അവള് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. പിന്നെ നമ്മള് ഗോപാൽജി ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കില്ലേ? ശരിയാ, പക്ഷെ അവളെങ്ങനെ വെറുതെ വിട്ടാലും ശരിയാവോ? അവൾക്കെതിരെ നമ്മൾ നേരിട്ട് ഇറങ്ങിയാലേ പ്രശ്നമുള്ളൂ. വേറെ ആരെങ്കിലും വഴി ഒരു പണി കൊടുത്താലോ? അവളെ കൊണ്ടുള്ള ശല്യവും തീരും, നമ്മളെ അവള് സംശയിക്കുകയില്ല. അങ്ങനെ ആരോപയോഗിക്കാനാ സഞ്ജുവേട്ടൻ ഉദ്ദേശിക്കുന്നത്? അവളോട് ശത്രുതയുള്ള പലരും ഇല്ലേ? ശാലിനിയോ അഭിയോ, എന്തിന് ഇപ്പൊ മഞ്ജു പോലും അവളുമായിട്ട് ശത്രുതയിലല്ലേ? അവര് വഴി മഹിമയ്ക്ക് ഒരു പണി കൊടുത്താ എങ്ങാനും രക്ഷപ്പെടുകയാണെങ്കിൽ പോലും നമ്മളെ സംശയിക്കില്ല. അങ്ങനെ അവളെ പൂട്ടാൻ പറ്റുകയാണെങ്കിൽ അവളെ കൊണ്ടുള്ള ശല്യം ഒഴിവാകും. അത്രയ്ക്ക് റിസ്ക് ഒക്കെ എടുക്കണോ? മഹിമ പറയുന്നത് കേട്ട് നിൽക്കുന്നത് കൊണ്ട് തൽക്കാലം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് തയ്യാറായി നിൽക്കുന്നത് നല്ലല്ലേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ വേണ്ടെന്ന് നീ നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്ക്. വാ പോവാം. ഇവൻ ഞാൻ വിചാരിച്ചത്ര മണ്ടനല്ല. ഞാൻ ഗർഭിണിയല്ലെന്ന് സത്യം അറിയാവുന്നതുകൊണ്ട് അവളെ കൊണ്ട് എനിക്ക് വലിയ അപകടമുള്ളത്. മഞ്ജുവിനെ മുന്നിൽ നിർത്തി അവൾക്കൊരു പണി കൊടുക്കണം, അതോ അവളെ സഹായിച്ച് അനുനയിപ്പിച്ച് നിർത്തണം? എന്ത് വേണം? Come on, baby. വാ പോവാം. ഗോപാൽജി, കേറുവാ മക്കളെ. ഗോപാൽജി പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു കൂടാനുള്ള പരിപാടിയായിരിക്കും. വീട്ടിലേക്ക് വിളിച്ച സ്ഥിതിക്ക് അതിനുള്ള ഉദ്ദേശം ഇല്ലല്ലേ? ഏത് സമയം കൂടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? അതിനല്ല വിളിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കാനാ. ഗോപാൽജി കാര്യം പറയൂ. ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങൾ മഹിമയെ ഒന്ന് ശ്രദ്ധിക്കണം. അവള് കോളേജിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം. എന്തു പറ്റി ഗോപാൽജി? മഹിമ വീണ്ടും എനിക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായി നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അപ്പോ എന്നെ വിളിച്ചു പറയണം. ഇത്തവണ അവളെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. മഹിമയുടെ കൂടെ ഒരു ഗ്യാങ് ഉണ്ട്. അവന്മാര് മാറാതെ ഒറ്റയ്ക്ക് മഹിമയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പണി കൊടുത്തോളാം. എന്തെങ്കിലും സംശയം തോന്നിയാ ഞാൻ അപ്പൊ തന്നെ ഗോപാൽജിയെ വിളിച്ചറിയിച്ചോളാം. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. എനിക്കവളെ എങ്ങനെയെങ്കിലും തകർത്തേ പറ്റൂ. ഗോപാൽജി ടെൻഷൻ അടിക്കണ്ട. മഹിമയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഒരു മിനിറ്റ്. ഹലോ റഫീഖേ, എന്തായിടും? എന്താണ് ഇയാൾ ഇങ്ങനെ ഇത്രയും വലിയ മുതലാളിയായിട്ടും മഹിമയെ പേടിച്ചിരിക്കുന്നു? പേടിക്കാതെ പറ്റുമോ? അവൾ ഇയാളെ വെല്ലുവിളിച്ചപ്പോഴൊക്കെ ഗോപാൽജി തോറ്റിട്ടേ ഉള്ളൂ. നാട്ടുകാരുടെ മുമ്പിൽ ഇപ്പൊ നാണം കെട്ട അവസ്ഥയിലാ. ഇയാള് ഇനി ഒരു തവണ കൂടി മഹിമ ഇയാളെ തോപ്പിച്ച
ഗോപാൽജിക്ക് നാട്ടിലൂടെ തലയിൽ തോർത്തുമുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാവും. ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇയാളെ സഹിക്കുന്നത്? ഒന്ന് കാശ്, 2 മഹിമ. എല്ലാ തവണയും ഗോപാൽജിയെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന നാട്ടിലും കോളേജിലും അവൾക്ക് വില കൂടും. പിന്നെ അവളെ വീഴ്ത്താൻ നമ്മൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് അവളുടെ വളർച്ചയ്ക്ക് ഇപ്പോഴേ ഒരു ചെക്ക് വെക്കുന്നത് നല്ലതാണ്. ഞാൻ ലീവ് എടുക്കട്ടെ അമ്മേ? ഒറ്റയ്ക്ക് ഗിരിയേണ്ണെ നോക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. നീ സമാധാനമായിട്ട് ചെന്ന് വേഗം റെഡിയായിട്ട് പോകാൻ നോക്ക്. ശരി അമ്മ. നീ നന്നായി ആലോചിച്ചു തന്നെയല്ലേ ഈ തീരുമാനം എടുത്തത്? അതെ. എന്നാ ഇറങ്ങ. ഇതെന്താ പതിവില്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടൊരു വിസിറ്റ്? എന്തേലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പോഴേ പൊയ്ക്കോണം. ഞങ്ങളൊരു പ്രശ്നം ഒഴിവാക്കാനാ വന്നത്. എന്ത് പ്രശ്നം? മഹിമ വീണ്ടും ഡാഡിയോട് ഏറ്റുമുട്ടാൻ പോവാ. ഇത്തവണ രാഘവ മാഷിന് വേണ്ടിയാ അവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഗോപാൽജിയുടെ ഓഫീസിൽ നിന്നും രാഘവ മാഷിന്റെ അടക്കം പലരുടെ ആധാരം മോഷ്ടിക്കാനാ മഹിമയുടെ പരിപാടി. ഈ കുട്ടിക്ക് വയ്യാവേലികൾ പിടിക്കുന്നത് നിർത്താറായില്ലേ? നിനക്കിതിനെ പറ്റിയെല്ലാം എങ്ങനെ മനസ്സിലായത്? അത് പിന്നെ ഞാൻ പറയാം. ഡാഡിയുടെ മുന്നിൽ ശാലിനേക്കാൾ കഴിവ് എനിക്കാണെന്ന് കാണിക്കണമെന്ന് ഇവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ശാലിനി നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മഹിമയെ ഉപയോഗിച്ച് കളിക്കാൻ ഇവള് തീരുമാനിച്ചു. അത് ശരി. അപ്പൊ നീയാണല്ലേ വീട്ടിനകത്ത് നിന്ന് മഹിമയെ സഹായിച്ചത്? എന്നിട്ട് ഗോപാൽജിയുടെ മുന്നിൽ വെച്ച് മഹിമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു അല്ലേ? എടി, നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. നീ കാരണം ഗോപാൽജിയുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരനായി. അവളെ കുറ്റം പറയണ്ട. വീട്ടിലേക്ക് തിരിച്ചു കയറി എന്നെ എത്രയും പെട്ടെന്ന് ഡാഡിയുടെ മുന്നിൽ ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് കാണിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. അതിനു പറ്റിയ വഴിയാണല്ലോ സ്വന്തം കുടുംബത്തിൽ മോഷണം നടത്താൻ സഹായിക്കുന്നത്.